കേരളത്തിൻ്റെ എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ MK സാനു മാസ്റ്ററുടെ വിയോഗം മലയാള ഭാഷയിലെ തന്നെ മികച്ച എഴുത്തുകാരനും ജീവചരിത്ര കൃതികളുമെല്ലാം എഴുതിയ പ്രൊഫസർ MK സാനുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും സംഭാവന ചെയ്തിട്ടുള്ള നിരവധി കൃതികളാണ് മലയാള സാഹിത്യ നിരൂപണ മേഖലകളിൽ മാത്രമല്ല ഒരു കാലഘട്ടത്തിനൊന്നാകെ ഗുരുനാഥനായി ഏറ്റെടുത്ത പ്രതിഭാസം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക കേരളത്തിൻ്റെയും ശബ്ദമായി മാറാൻ കഴിഞ്ഞ അപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു MK സാനു മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള സാഹിത്യ രംഗത്തെയും കേരളത്തിൻ്റെയും ഒന്നാകെ ഉള്ള വലിയൊരു നഷ്ടം തന്നെയാണ്. ഒപ്പം തന്നെ സമകാലിക വിഷയങ്ങളിലെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കെ തന്നെ സമകാലിക വിഷയങ്ങളിൽ തൻ്റേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ച് നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ഇപ്പോൾ അതുല്യ രാമചന്ദ്രനുണ്ട്. അതുല്യ തരത്തിൽ കലാ സാഹിത്യ രംഗത്ത് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വൃന്ദ, പ്രായം തളർത്താത്ത അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ വല്ലായ്മകൾ ബാധിച്ചപ്പോഴും എഴുത്ത് നിർത്താൻ കഴിയാതിരുന്ന ഒരു പ്രതിഭയായിരുന്നു MK സാനു മാസ്റ്റർ എന്നത്. മലയാളത്തിൻ്റെ ഏറ്റവും അനന്യനായ എഴുത്തുകാരൻ എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ചും മലയാള സാഹിത്യത്തിലെ നിരൂപണ ശാഖയിൽ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഡോക്ടർ M ലീലാവതിയെ പോലെ തന്നെ നിരൂപണ രംഗത്ത്, സാഹിത്യ നിരൂപണ അല്ലെങ്കിൽ സാഹിത്യ വിമർശന രംഗത്ത് എടുത്തു പറയാവുന്ന വലിയ രീതിയിലുള്ള സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 98-ാം വയസ്സിലും പുതിയ പുസ്തകം പുറത്തിറക്കാൻ ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. കഴിഞ്ഞ മെയ്യിലാണ് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം തൻ്റെ പുതിയ പുസ്തകം പുറത്തിറക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. 98-ാം വയസ്സിൽ ഒരു എഴുത്തുകാരൻ പുതിയൊരു പുസ്തകം എഴുതി തുടങ്ങുകയാണ്. അത്രമാത്രം അക്ഷരങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. സാഹിത്യ ലോകത്ത് അദ്ദേഹം സജീവമായിരുന്നു. ചരിത്രത്തെ കോർത്തെടുത്തുകൊണ്ട് ഈ പ്രായം ഒരിക്കലും തൻ്റെ ഓർമ്മയെ ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചരിത്രത്തെ കോർത്തെടുത്ത് അദ്ദേഹം നൂറ്റാണ്ട് മുൻപത്തെ കഥകൾ വീണ്ടും എഴുതാൻ ആരംഭിക്കുകയായിരുന്നു. അദ്ദേഹം സഹോദരൻ K അയ്യപ്പൻ എന്ന പേരിൽ സഹോദരൻ അയ്യപ്പൻ്റെ ജീവചരിത്രം കുറിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരിയായിട്ടുള്ള തപസ്വിനി അമ്മ, അല്ലെങ്കിൽ അവരെ അധികം മലയാളികൾക്ക് വലിയ രീതിയിൽ സുപരിചിതയല്ല, പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി, നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന തപസ്വിനി അമ്മ എന്ന സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരിയായ സ്ത്രീയെക്കുറിച്ച് അവരുടെ ജീവചരിത്രം എഴുതാൻ അദ്ദേഹം ആരംഭിച്ചിരുന്നു. അധികം വൈകാതെ ആ പുസ്തകം പുറത്തിറങ്ങുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. 1928 ആലപ്പുഴയിൽ ആണ് ജനിച്ചത്. അതിനുശേഷം അദ്ദേഹം വർഷങ്ങളോളം അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സാധാ സ്കൂൾ അധ്യാപകനായി ആയിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത്. പിന്നീട് വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കലാ സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ വലിയൊരു ശിഷ്യഗണം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. നിലവിൽ കലാ സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രഗത്ഭരായ പലരും, പ്രശസ്തരായ പലരും സാനു മാഷിൻ്റെ ശിഷ്യഗണത്തിൽ പെടുന്നവരാണ്. അത്ര വലിയൊരു അനുഭവ സമ്പത്തും ശിഷ്യസമ്പത്തും കൂടിയുള്ള ഒരാളാണ് MK സാനു മാസ്റ്റർ. അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് സാഹിത്യ നിരൂപണവും അതുപോലെ തന്നെ ജീവചരിത്രവുമായിരുന്നു. മലയാളത്തിലെ ജീവചരിത്ര ശാഖയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ചങ്ങമ്പുഴയുടെ ജീവചരിത്രത്തിൻ്റെ പേരിലാണ്. ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്രത്തോളം ജൈവികമായാണ് ആ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ സാഹിത്യ ലോകത്ത് ആ പുസ്തകത്തെ വേറിട്ടതാക്കിയത്.
പക്ഷേ ആ ഒരു ശൈലി MK സാനുമാഷിൻ്റെ എഴുത്തിലുടനീളം കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതാക്കിയത്. അതായത് ഈ മരിച്ചു പോയവരെ അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾക്കിടയിൽ ആ ജീവചരിത്രങ്ങളെ അവരുടെ ജീവിതത്തോടെ ഏറ്റവും ചേർത്ത് നിർത്തിയത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ആ ഒരു ജൈവികതയായിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റ് കൃതികൾ അല്ലെങ്കിൽ മറ്റ് ജീവചരിത്രങ്ങളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സജയ്. ഇങ്ങനെയാണ് MK സാനു മാസ്റ്റർ. അദ്ദേഹം മലയാള സാഹിത്യത്തിന് അതുല്യമായിട്ടുള്ള സംഭാവനകൾ നേടിത്തന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കാനാവുക? മലയാള നിരൂപണത്തിലെ ഏറ്റവും ശോഭനമായ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകവും പ്രതിനിധിയുമായിരുന്നു സാനുമാഷ്. ആശാൻ കവിതയെ മലയാളിക്ക് വേണ്ടി വ്യാഖ്യാനിക്കുകയും ആശാന്റെ ഒറ്റയൊറ്റ കൃതികളെ വ്യാഖ്യാനിക്കുകയും വളരെ സരളമായ ഭാഷയിൽ ആശാൻ കവിതയുടെ സങ്കീർണതയും ഉദാത്തതയും സ്പർശിച്ചുകൊണ്ട് വളരെ ലളിതമായ ഭാഷയിൽ വ്യാഖ്യാനിച്ച് മലയാള കവിതയിൽ, മലയാള നിരൂപണത്തിൽ ആശാൻ കവിതയെ സ്ഥാപിച്ച മുണ്ടശ്ശേരി മാഷിന് ശേഷം ഒരുപക്ഷെ ആശാൻ കവിതയെ ഏറ്റവും ഗാഢമായി സമീപിക്കുകയും വിലയിരുത്തുകയും ആസ്വദിക്കുകയും ചെയ്ത നിരൂപകനായിരുന്നു സാനുമാഷ്. നിരൂപണത്തിൽ മാത്രമല്ല ജീവചരിത്ര രചനയായിരുന്നു മാഷിന്റെ മറ്റൊരു പ്രധാന പ്രവർത്തന മേഖല എന്ന് നമുക്കറിയാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായി തീർന്ന, ഏറ്റവും അധികം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ചങ്ങമ്പുഴയുടെ ജീവചരിത്ര കൃതിയും സാനുമാഷിൻ്റെതായിരുന്നു. ഒരുപക്ഷെ മാഷിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സുതാര്യതയായിരുന്നു, തെളിച്ചമായിരുന്നു, ആശയ വ്യക്തതയായിരുന്നു. ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ മാഷ് പുലർത്തിയിരുന്ന ലാളിത്യം അദ്ദേഹത്തിന്റെ എഴുത്തിലും പ്രകടമായിരുന്നു. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തും. ഒരുപക്ഷെ അധ്യാപനത്തിന്റെ തന്നെ വിപുലീകരണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണ കലയും. ഇത്തരത്തിൽ ജനങ്ങളോട്, വായനക്കാരോട് നേരിട്ട് സംവദിക്കുന്ന, സുതാര്യമായി സംവദിക്കുന്ന ഒരു എഴുത്തുകാരൻ, ഒരു നിരൂപകൻ എന്നതായിരിക്കും സാനുമാഷിന്റെ ഏറ്റവും വലിയ സവിശേഷത. തീർച്ചയായും ശ്രീ സജ്ജൻ, എഴുത്തുകാരൻ ശ്രീ സജ്ജനാണ് നമ്മളോട് അദ്ദേഹത്തെ MK സാനു മാസ്റ്ററുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. അതുല്യ നമ്മളോടൊപ്പമുണ്ട്. അതുല്യ, മലയാള ഭാഷയിലെ തന്നെ മികച്ച ജീവചരിത്ര കൃതികളെല്ലാം തന്നെ പ്രൊഫസർ MK സാനുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിൽ മലയാള സാഹിത്യത്തിൽ വളരെയധികം പ്രാമുഖ്യമുള്ള അത്തരത്തിലുള്ള കൃതികൾ സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭയെ കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. വൃന്ദ, ഇപ്പോൾ സാനുമാഷിൻ്റെ മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും എന്ന് ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്കാരത്തിൻ്റെ കാര്യം തീരുമാനമാകുന്നതേ ഉള്ളൂ. എങ്കിലും ഇന്ന് മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പ്രത്യേകം റൂമിലേക്ക് മാറ്റും. അതിനുശേഷം നാളെയാണ് മൃതദേഹം വീട്ടിലെത്തിക്കുക. 10 മണി മുതൽ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും സംസ്കാരം നടക്കുക. കൃത്യം എത്ര മണിക്കായിരിക്കും സംസ്കാരം എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന നടപടിക്രമം എന്ന് പറയുന്നത് മൃതദേഹം നാളെ വീട്ടിലേക്ക് എത്തിക്കും. 10 മണി മുതൽ വീട്ടിൽ പൊതുദർശനം. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം അതിനുശേഷം എറണാകുളം ടൗൺ ഹാൾ പൊതുദർശനം നടത്തും. അതിനും ശേഷമായിരിക്കും സംസ്കാരം നടത്തുക. എന്തായാലും ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം എന്നതിൽ സംശയമില്ല. അദ്ദേഹം എഴുത്ത് ജീവിതത്തിനോടൊപ്പം തന്നെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുകൂടി പറയാവുന്ന രീതിയിൽ പ്രത്യയശാസ്ത്രം കൈവശം വെച്ചിരുന്ന ഒരാളായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെയും എഴുത്തിനെയും സ്വാധീനിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളായിരുന്നു. ഗുരുവചനങ്ങളെയും ഗുരുവിൻ്റെ ദർശനങ്ങളെയും വലിയ രീതിയിൽ എന്നും പുലർത്തിപ്പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് MK സാനു മാസ്റ്റർ. അദ്ദേഹം
ഒരിക്കൽ എറണാകുളത്ത് നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ പിന്നീട് അദ്ദേഹം അത്ര കണ്ട് സജീവമായിരുന്നില്ല. ഒരു ചെറിയ കാലയളവിന് ശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിട പറയുകയായിരുന്നു. എങ്കിലും അദ്ദേഹം സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ എന്നും സജീവമായിരുന്നു. അത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സാംസ്കാരികമായി അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് മേഖലകളിൽ എന്തായാലും അദ്ദേഹം സമൂഹത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. സാമൂഹികമായി വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവാദങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകളിൽ നിന്നൊന്നും അദ്ദേഹം ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വിവാദങ്ങളാണെങ്കിൽ പോലും തൻ്റെ നിലപാടുകളിൽ അദ്ദേഹം എന്നും ഉറച്ചു നിന്നിരുന്നു. ഇപ്പോൾ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ MK സാനുമാഷിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ നിസ്തുല വ്യക്തിത്വങ്ങളിലൊന്നായിരുന്ന MK സാനു മാസ്റ്റർ വിടവാങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചുകൊണ്ട് പറയുന്നു. കേരളത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടമാണ് MK സാനുവിൻ്റെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേരള ചരിത്രത്തെയും കേരള സമൂഹത്തെയും തൻ്റെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ അനുശോചന കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു സാനുമാഷ്. മലയാളത്തിൻ്റെ പല തലങ്ങളിലും തനതായ സംഭാവന നൽകിയ സാനുമാഷ് കേരളത്തിൻ്റെ അഭിമാനമാണ്. ശ്രേഷ്ഠനായ അധ്യാപകൻ, പണ്ഡിതനായ പ്രഭാഷകൻ, ജനകീയനായ പൊതുപ്രവർത്തകൻ, നിസ്വാർത്ഥനായ സാമൂഹ്യ സേവകൻ, നിസ്വപക്ഷമുള്ള എഴുത്തുകാരൻ, സമാനതകളില്ലാത്ത സാഹിത്യ നിരൂപകൻ എന്നിങ്ങനെ സാനുമാഷിന് വിശേഷണങ്ങൾ ധാരാളമുണ്ട്. സാനുമാഷിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് വളരെ സാധാരണമായ ചുറ്റുപാടുകളിൽ നിന്നാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ലോകത്തോളം വളർന്നത്. ജീവിതത്തിൽ തനിക്കുണ്ടാകുന്ന വിഷമതകൾ തൻ്റെ മാത്രം വിഷമതകളല്ല എന്നും അതിൽ ലോകക്രമത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നും മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. സാനുമാഷിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഘട്ടം ആരംഭിക്കുന്നത് അധ്യാപന ജീവിതത്തോടു കൂടിയാണ്. കുട്ടികളോടുള്ള പ്രത്യേക വാത്സല്യം അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനായി സാനുമാഷിനെ മാറ്റി എന്നിങ്ങനെ തുടങ്ങി അദ്ദേഹം വ്യക്തിപരമായി നല്ല നിലയിൽ താനുമായി അടുപ്പമുണ്ടായിരുന്നു എന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. എല്ലാവരോടും വിനയത്തോടെ പെരുമാറി എന്നാൽ സ്വന്തം നിലപാടുകൾ തുറന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ രീതിയെ എന്നും താൻ ബഹുമാനിച്ചിരുന്നു എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തനായ ഒരു എഴുത്തുകാരൻ, അതിലുപരി നിരൂപണങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും മലയാള സാഹിത്യ രംഗത്തെ രാഗി മിനുപ്പിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് വൃന്ദ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി ഇങ്ങനെ വിവിധ സാഹിത്യ ശാഖകളിലായി 40ഓളം കൃതികളുടെ കർത്താവ് കൂടിയാണ് MK സാനു മാസ്റ്റർ. അദ്ദേഹമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എഴുത്തച്ഛൻ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൃതികൾ അത്തരത്തിലുള്ള സംഭാവനകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ MK സാനു അന്തരിച്ചു. 98-ാം വയസ്സിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം വിടവാങ്ങിയത്.